ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് CC ഗാഡ്ജറ്റ്സ്. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് റിയൽമി പോക്കറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ചാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മളുടെ ബോക്സ് വരുന്നത്. അപ്പം റിയൽമി എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു യെല്ലോ കളറിലാണ് ഇതിൻ്റെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം റിയൽമി പോക്കറ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ എന്നും ആ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു ഇമേജ് വളരെ മനോഹരമായിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റിയൽമി പോക്കറ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ എന്നും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും കസ്റ്റമർ കെയർ നമ്പറും ഒക്കെയാണ് ബാക്കിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ റിയൽമിയുടെ ഒരു യൂസർ മാനുവലുണ്ട്. അപ്പം ഇത് നോക്കുന്നവർക്ക് വായിച്ച് നോക്കാം. ഇതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്കറിയാം ഇപ്പം പെട്ടെന്ന് ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പം ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ബാക്ക് സൈഡ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിലൂടെയാണ് ഇവർ ചാർജിങ് കേബിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ചാർജിങ് കേബിൾ നോക്കിയാൽ അറിയാം ഒരു യെല്ലോ കളറിലാണ് അവർ ചാർജിങ് കേബിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം USB Type-C ചാർജിങ് കേബിളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ഓവൽ ഷേപ്പിലായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഏകദേശം ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 113 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. അപ്പം പ്ലാസ്റ്റിക് ബിൽഡാണെങ്കിലും വളരെ ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യമല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റിനെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു മോഡ് ബട്ടണും ഒരു പവർ ബട്ടണും തൊട്ടടുത്തായിട്ടൊരു LED ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു പവർ ബട്ടൺ മോഡ് ബട്ടണൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു റബ്ബർ കോട്ടിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 4 റബ്ബർ ബുഷ് കൊടുത്തിരിക്കുന്നുണ്ട്. അത് നമ്മളിപ്പം എന്താ പറയുക നമ്മളൊരു മേശയിലോ അല്ലെങ്കിൽ ഒരു തറയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ അടിഭാഗത്ത് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് അവർ അവിടെ 4 റബ്ബർ ബുഷായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റബ്ബർ ബുഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന റബ്ബർ ബുഷാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ USB Type-C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം വളരെ മനോഹരമായിട്ട് ഒരു ഗ്രേ കളറിലായിട്ട് നമുക്ക് റിയൽമി എന്ന ബ്രാൻഡിങ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്ലാക്ക് മെഷ് കൊണ്ടും അവർ കവറിങ് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് ഒരു ഫ്യൂച്ചേഴ്സും അവർ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം അത് ഒരു വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കളർ വേരിയൻറ്റ് പറയുകയാണെങ്കിൽ ഇത് 2 കളർ വേരിയൻറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് ക്ലാസിക് ബ്ലാക്ക് എന്ന കളറിലും ഒന്ന് ഡെസേർട്ട് ഗ്രേ എന്ന കളറിലാണ് ഇത് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് ക്ലാസിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ എന്ന കളർ വേരിയൻ്റാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ലൈറ്റ് വെയ്റ്റുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് തന്നെ കണ്ടാൽ അറിയാം നമ്മളൊരു മൗസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മളുടെ മൗസിൻ്റെ അത്ര പോലുമില്ല, അത്രയും മൗസിനെക്കാട്ടും വളരെ ചെറിയ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലായാലും പാൻറ്റിൻ്റെ പോക്കറ്റിലായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്പീക്കറാണ്. അപ്പം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഏകദേശം വരുന്നത് റിയൽമിയുടെ സ്റ്റോറിൽ വരുന്നത് 1099 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഓഫറിൽ 21 ഇന്നുകൂടെയാണ് ഓഫറുള്ളതെന്ന് തോന്നുന്നു. ഏകദേശം നമുക്ക് 499, ഏകദേശം ഡെലിവറി ചാർജ് അടക്കം നമുക്ക് 577 രൂപയ്ക്ക് നമുക്കിത് ഡെലിവറി ആവുന്നതായിരിക്കും. അപ്പോൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. 21 ലാസ്റ്റ് ഓഫറെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് റിയൽമി സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത്
5.0 ആണ് ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 10 മീറ്ററോളം നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് റേഞ്ച് കിട്ടുന്നതായിരിക്കും. ബ്ലൂടൂത്ത് റേഞ്ച് കിട്ടുന്നതായിരിക്കും വെച്ചാൽ നമ്മളൊരു തടസ്സമുള്ള ഒരു റൂമിൽ നിന്ന് നോക്കുവാണെങ്കിൽ ചിലപ്പം ബ്ലൂടൂത്ത് കണക്ഷൻ എന്തെങ്കിലും ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു തടസ്സമില്ലാത്ത ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖകരമായിട്ട് ഒരു 10 മീറ്ററോളം ഇതിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 3 വാട്ട്സ് ഡൈനാമിക് ബാസ് ബൂസ്റ്ററാണ്. അപ്പോൾ ആലോചിക്കുക, 1099 രൂപയാണ്. വെറും 3 വാട്ട്സിൻ്റെ ഡൈനാമിക് ബാസ് ബൂസ്റ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ സ്റ്റീരിയോ സ്പീക്കറല്ല, ഒരു സിംഗിൾ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റീരിയോ എഫക്റ്റൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കരുത്. ഈ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു സിംഗിൾ ഒരു റേഡിയേറ്റർ, ഒരു ബാസ് റേഡിയേറ്ററും അവർ സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മളുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, അത്യാവശ്യം ബാസുള്ള സോങ് ആയാലും നോർമൽ സോങ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത് 6 മണിക്കൂറാണ് ഇതിൻ്റെ ടോട്ടൽ പ്ലേബാക്ക് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേങ്കിൽ പ്രത്യേകം കമ്പനി അവിടെ എടുത്തു പറയുന്നുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ വോളിയം ആൻഡ് അല്ലെങ്കിൽ വീഡിയോ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഓഡിയോ കണ്ടൻറ്റ് ആയാലും വീഡിയോ കണ്ടൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂവി ഇതിൽ കണക്ട് ചെയ്ത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു സോങ് നല്ല ഫുൾ വോളിയത്തിലൊക്കെ കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് 6 മണിക്കൂർ നമുക്ക് പ്ലേബാക്ക് ടൈം കിട്ടില്ല. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞു, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം നമുക്ക് 113 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ IPX5 വാട്ടർ റെസിസ്റ്റൻറ്റും കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ആക്സിഡൻ്റലി അത്യാവശ്യം മഴയോ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ രീതിയിൽ കൊണ്ടു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മൾ വാട്ടർ ടെസ്റ്റൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചാർജിങ് പോർട്ടാണെങ്കിലും റബ്ബർ ബുഷ് കൊണ്ട് വളരെ നല്ല ടൈറ്റായിട്ട് തന്നെ അവരത് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിൽ 600 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 600 mAh ബാറ്ററി ചാർജ് ആവാൻ വേണ്ട സമയം 2.5 മണിക്കൂറാണ് 600 mAh ബാറ്ററി ചാർജ് ആവാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്പീക്കർ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പീക്കറിൻ്റെ അത്യാവശ്യം സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ ഒരു മോഡും ഒരു പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ 1099 രൂപയുടെ പ്രൈസ് റേഞ്ചിലുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ചിലപ്പം അതൊന്ന് മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ കൊണ്ടുവരാനായിരിക്കും അവർ ഒരു പക്ഷേങ്കിൽ അത് കൊടുക്കാതിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് വോളിയം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ വോളിയമൊക്കെ കൺട്രോൾ ചെയ്ത് അത്യാവശ്യം ലൗഡായാലും സ്പീക്കറിൽ നിന്നും ചിലപ്പും കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു നോയ്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ടൊന്നും തരുന്നില്ല. നമുക്ക് പാട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്യരുത്. ഒരു 3 വാട്ട്സ് ഡൈനാമിക് ബൂസ്റ്ററിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടാണ്. അപ്പം അതുമാത്രമേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവൂ. അപ്പം പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചും നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള സൗണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നീളം ഏകദേശം വരുന്നത് 9 സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഏകദേശം നീളം വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 5.5, ഏകദേശം 6.5 ആ ഒരു 5ൻ്റെ 6ൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ വീതിയും വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നമുക്കിപ്പം കയ്യിൽ തന്നെ പിടിക്കുമ്പോൾ തന്നെ അറിയാം, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു സ്പീക്കർ നമുക്ക് റിയൽമി ലിങ്ക് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫോണിൽ റിയൽമി ലിങ്ക് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബാസ് വേണമെങ്കിൽ ബാസിലേക്ക് കൺവേർട്ട് ചെയ്യാം, ബ്രൈറ്റ് വേണമെങ്കിൽ ബ്രൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് മോഡ് വേണമെങ്കിൽ ബാസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് അങ്ങനത്തെ ഒരു ബാലൻസ് മോഡിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ഗെയിം മോഡിലേക്കും കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ ഈ സ്പീക്കർ നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്ക് സ്റ്റീരിയോ ഇത് കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ റിയൽമി ലിങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിലൊരു സ്റ്റീരിയോ മോഡുണ്ട്. അപ്പോൾ സ്റ്റീരിയോ മോഡ് നമുക്ക്
ആ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ, ആ ഒരു ഫ്യൂച്ചർ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ആ ഒരു സ്റ്റീരിയോ മോഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് സ്റ്റീരിയോ മോഡിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കണക്ഷൻ ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇതിൻ്റെ വില വരുന്ന 1099 രൂപയാണ്. നമ്മളൊരു 1099 രൂപ, ഏകദേശം നമുക്ക് 2100 ആ ഒരു കാശ് നമുക്ക് മുടക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സൗണ്ടും കാര്യങ്ങളും ഒരു സ്റ്റീരിയോ മോഡായിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ, അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ സൗണ്ടിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിനോട് ചേർത്തിട്ട് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളൊരു ഫോൺ എടുത്ത് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ കണ്ടാലറിയാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു പവർ ബട്ടൻ്റെ സമയത്ത് ജസ്റ്റ് ഒരു 1 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ടോട് കൂടി നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റിയൽമി ലിങ്ക് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് റിയൽമി ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടാലറിയാം റിയൽമി പോക്കറ്റ് സ്പീക്കർ എന്ന അവിടെ പേര് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് കൊടുക്കുവാണെങ്കിൽ റിയൽമി ലിങ്ക് വാണ്ട് ടു ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ അലോ ചെയ്യാം. അലോ സമയത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ആവുകയാണെങ്കിൽ ഒരു സൗണ്ടോട് കൂടിയേ അത് കണക്റ്റ് ആവും. ഓക്കെ, ഒരു സൗണ്ടോട് കൂടി അത് കണക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതിലായാലും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സൗണ്ട് എഫക്റ്റിൻ്റെ ആ ഒരു സൈഡിൽ വന്നാൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ബാസ് ബൂസ്റ്റ്, ബാലൻസ്ഡ്, ബ്രൈറ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാസ് ബൂസ്റ്റിലേക്കാണ് വേണമെങ്കിൽ ബാസ് ബൂസ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ബാലൻസ് മോഡിൽ വേണമെങ്കിൽ ബാലൻസ് മോഡിലേക്ക് മടക്കാം. അതുപോലെ തന്നെ ബ്രൈറ്റ് വേണമെങ്കിൽ ബ്രൈറ്റിലേക്കും കൺവേർട്ട് ചെയ്യും. അപ്പം ഇതിൽ ഓരോന്നും നമ്മൾ ബാസ് ബൂസ്റ്റിലും ബാലൻസിലും ബ്രൈറ്റിലേക്കും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു സൗണ്ടോട് കൂടി അത് കൺവേർട്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഗെയിം മോഡുണ്ട്. ഗെയിം മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഗെയിം കളിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗെയിം കളിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഗെയിം കളിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു സ്റ്റീരിയോ മോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ചെയ്യാവുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റീരിയോ മോഡ് എന്ന ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീരിയോ മോഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടാലറിയാം ഇതുപോലെ 2 സ്പീക്കറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ മോഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് നല്ല രീതിക്ക് പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കസ്റ്റമൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ടൺ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സിംഗിൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡബിൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത് അതും നമുക്കിതിൽ നിന്നും സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ റിയൽമി ലിങ്കും കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ റിയൽമി ലിങ്ക് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്പീക്കറിനെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി കണക്റ്റാണ്. നമുക്കിതിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫുൾ സൗണ്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 3 വാട്ട്സിൻ്റെ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ഔട്ട്പുട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്കൊരു നമ്മളൊരു ചെറിയൊരു റൂമിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൗഡായിട്ടുള്ള സൗണ്ടോടുകൂടിയുള്ള സോങ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു രീതിയിലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ഡോറിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ലൗഡ്നെസ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ ഒരു വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കയറി നോക്കാവുന്നതാണ്.
അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വർക്കിങ്ങും ലുക്കിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ. അപ്പം ഇതിലെടുത്ത് പറയേണ്ട ഫീച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിരിക്കും ഇത്. അത്യാവശ്യം കുഴപ്പമില്ല. 113 ഗ്രാമാണ്. നമുക്ക് വളരെ ഹാൻഡ്ലി ആയിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പോക്കറ്റിലും കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓവറോൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുവാണെങ്കിലും വർക്കിംഗ് വൈസ് നോക്കുവാണെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിയിട്ട് നമുക്കൊരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ വർക്കിങ്ങിലും ഡിസൈനും കാര്യങ്ങളിലുമെല്ലാം ഇതിലിവിടെ പവർ ബട്ടണ് നമുക്ക് വോളിയം കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു വോളിയം ബട്ടൺസ് കൺട്രോളും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ കുറച്ചുകൂടി നല്ലതായതിന്. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ എന്താണെന്നറിയില്ല, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ചിലപ്പം ഒന്ന് മിനിമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് കൊടുക്കാതിരുന്നത്. എന്തായാലും ഓക്കെ, അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളും പെർഫോമൻസൊക്കെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം അപ്പം ഇതുപോലത്തുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് ഇതുപോലത്തുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. It's gonna make me feel when I tell you.